ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തംബ്നെയിലിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ തന്നെ ഇന്ന് നമ്മൾ സ്റ്റുഡിയോയുടെ സമ്മർ കളക്ഷൻ വീഡിയോ ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈ പ്രാവശ്യം കുറേ ഷർട്ട് മോഡൽ ടോപ്സാണ് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയത്. കുറേയും കോട്ടൺ ടൈപ്പ് ഷർട്ട് മോഡൽ ടോപ്സ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു സമ്മറൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണല്ലോ കോട്ടൺ. അതുകൊണ്ട് തന്നെ കോട്ടണിന് കുറേ നല്ല ഷർട്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഷർട്ട് തട്ടി താഴെ വീണായിരുന്നു. അതൊക്കെ നമ്മൾ എടുത്തു വെച്ചു. കുറേ നല്ല പാറ്റേണിൽ നല്ല ഡിസൈൻസ്. ഇപ്പം നമുക്ക് ക്രോപ്പ് ടോപ്പിൻ്റെ മോഡലിൽ വരുന്ന ഷർട്ടാണേലും അതും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് കോട്ട് സെറ്റ് പോലെ ഇടാവുന്നതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ തന്നെ പെയർ അല്ലെന്ന് തോന്നുന്നു ആ ഒരു പാൻറ്റ്. പക്ഷെ എന്നാലും നമുക്ക് പെയർ ആക്കാവുന്ന രീതിയിലുള്ള കോട്ട് സെറ്റ് പോലെ ആക്കാവുന്ന രീതിയിലുള്ള പാൻറ്റും അവിടെ അവൈലബിൾ ആയിരുന്നു. പിന്നെ സമ്മർ ആയതുകൊണ്ട് തന്നെ ഇതേപോലത്തെ കുറേ സ്ലീവ്ലെസ് ആയിട്ടുള്ള കൈയുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പാൻസ്, ജീൻസ്. ഞാൻ ഈ പ്രാവശ്യം ഒരു പാൻറ്റ് വാങ്ങണമെന്ന് വിചാരിച്ച് പോയതാണ്. നല്ല ലൂസായിട്ട് കിടക്കുന്ന ഒരു പാൻറ്റ് വാങ്ങണമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷെ ഞാൻ പോയ ഒരു സമയത്ത് ആ ഒരു പാൻറ്റ് അവൈലബിൾ അല്ലായിരുന്നു, അവിടെ ഇല്ലായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പാൻസും കാര്യങ്ങളൊക്കെ വരുന്നത്. മോം ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സ്കിന്നിയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൂ ഷർട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്രോപ്പ് ഷർട്ടാണ്, കോട്ടൺ ആണ് മെറ്റീരിയൽ. പിന്നെ ഈ ഒരു ബനിയനൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ആൾക്കാരൊക്കെ ഇടുന്ന ഒരു ബനിയനാണ് ഇത്. മോം ഫിറ്റ് ജീൻസാണ് ഇത് വരുന്നത്. ഇതിൻ്റെ 1-2 ജീൻസ് എന്തെങ്കിലും ഉണ്ട് കേട്ടോ. സ്റ്റുഡിയോയുടെ മോം ഫിറ്റ് 1-2 ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ കൂടുതലും ഷർട്ട്സാണ് ഇപ്പോൾ അവിടെ അവൈലബിൾ ആയിട്ടുള്ള. പല പാറ്റേണിലുള്ള ഇതിൽ കുറച്ച് ഷർട്ട്സൊക്കെ ഞാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. എല്ലാ ഷർട്ട്സും കൂടി നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. നല്ല ഷർട്ട്സാണ് എല്ലാം. നല്ല പ്രൈസ് റേഞ്ചിൽ തന്നെ അഫോർഡബിൾ റേഞ്ചിലുള്ളതുണ്ട്, അല്ലാത്തതും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം അങ്ങനെ ഞാൻ കാണിക്കുന്നുണ്ട് ഷർട്ട്സും കാര്യങ്ങളൊക്കെ. ഈ ഒരു ഷർട്ട്സൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷർട്ടാണ്. 599 ആണ് വരുന്നത്. അപ്പോൾ 600 ആണ് വരുന്നത്. ഈ ഒരു യെല്ലോ ഷർട്ട്, പിന്നെ നമുക്ക് കെട്ടൊക്കെ വരുന്ന, അടിയിലേക്ക് കെട്ടൊക്കെ വരുന്നൊരു ഷർട്ടാണത്. പിന്നെ ഇതുപോലത്തെ സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള നല്ല സ്ലീവ്ലെസ് അവിടെ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഇതുപോലെ വരുന്ന സിമ്പിളായിട്ടുള്ള ടോപ്പൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു ടോപ്പ് കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം ഞാൻ ഓർത്ത് 299 ആയിരിക്കും എന്ന്. റേറ്റ് നോക്കിയപ്പം 399 ആണ്. വലിയ രസം ഉണ്ടായിരുന്നില്ല കേട്ടോ, പഴയ ഒരു മോഡൽ. പിന്നെ ഈ ഒരു ഫ്രോക്ക് അത് അടിപൊളിയായിട്ട് തോന്നി. പിന്നെ ക്രോപ്പ് ടോപ്പ് കാര്യങ്ങളും അതുപോലെ തന്നെ സ്ലീവ്ലെസ് ഒക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ നല്ല. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ടോപ്സൊക്കെയാണ് 299 അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ നല്ലൊരു ലുക്ക് വരുന്നൊരു ടോപ്പാണ്. നമ്മൾ ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന ടോപ്പുകളാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് സ്ക്വയർ നെക്കും വരുന്നുണ്ടായിരുന്നു, റൗണ്ട് നെക്കും വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേപോലത്തെ കുറേ ക്രോപ്പ് ഷർട്ട്സ്. ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ള പോലെ ഒത്തിരി ഷർട്ട്സൊക്കെ ഈ പ്രാവശ്യം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ 799 വരുന്നത് ഈ ഒരു വൈഡ് ലെഗ് ജീൻസാണ്. വൈഡ് ലെഗ് ജീൻസൊക്കെ ഇപ്പോൾ എല്ലാവരും ഇടുന്ന മോഡലാണ്. അടിപൊളി സാധനമാണ്. എന്തെങ്കിലും വൈഡ് ലെഗ് ഉണ്ട് ഞാൻ സ്റ്റുഡിയോയിൽ വാങ്ങിയിട്ടുള്ള. പിന്നെ ഇതുപോലത്തെ സ്ലീവ്ലെസ് ഡ്രസ്സസ്സാണ് വരുന്നത്. നമുക്ക് ബീച്ചിലൊക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളായിരിക്കും. പിന്നെ ഈ ഒരു ഷർട്ടും കാണാൻ വേണ്ടി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എനിക്ക് ചില മോഡലൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലത്തെ മോഡൽ തന്നെ ഇഷ്ടംപോലെ ഷർട്ട്സൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷർട്ടും നല്ല ആയിട്ട് എനിക്ക് തോന്നി. ഇത് ബ്ലൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ജീൻസാണ്. നല്ല വെറൈറ്റി ആണല്ലേ, നല്ല അടിപൊളി ജീൻസായിരുന്നു. പക്ഷെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം സ്റ്റുഡിയോയിൽ. ഈ കോട്ടയത്തെ സ്റ്റുഡിയോയുടെ കാര്യം പറയണ്ട, നമുക്കൊന്ന് നിന്ന് തിരിയാനിടയില്ലാത്ത പോലെയാണ് വീഡിയോ തന്നെ. പിന്നെ ഇതുപോലത്തെ ഓരോ സിമ്പിൾ ആയിട്ടുള്ള ടോപ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഈ ഒരു മോഡലൊന്നും ഇടാത്തതുകൊണ്ട്, സ്ലീവ്ലെസ് ഒന്നും ഇടാത്തതുകൊണ്ട് എനിക്ക് പിന്നെ സ്ലീവ്ലെസ്സിനോട് നോക്കുമ്പോൾ വലിയ ആഗ്രഹമൊന്നും തോന്നാറില്ല, അങ്ങനത്തെ മോഡൽ ഇടാത്തതുകൊണ്ട്. പിന്നെ നൈറ്റ് വെയർസ് ആയാലും വീട്ടിലൊക്കെ ഇടുന്ന കുറച്ച് ഡ്രസ്സസ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ ഇത് കോട്ട് സെറ്റാണ്. കോട്ട് സെറ്റും ഞാൻ അധികം ഇതുവരെ ഇട്ടിട്ടില്ല. അധികമൊന്നല്ല, ഞാൻ കോട്ട് സെറ്റ് ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷേ ഞാൻ ഒരു കോട്ട് സെറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇടുന്നതായിരിക്കും, ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സ്കേർട്ടിൻ്റെ ഓപ്പോസിറ്റ് വരുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കും, ആ ഒരു പ്രതിമയെ കാണുന്ന പോലെ ഇരിക്കും. ഇതും നല്ല അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ കുറേ ഡ്രസ്സസ് വരുന്നുണ്ട്, ഇഷ്ടം പോലെ ഡ്രസ്സസ് വരുന്നുണ്ട്. സ്ലീവ്ലെസ് ഇടുന്നവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതലും ഡ്രസ്സുകളൊക്കെ വരുന്നത്. അടിപൊളിയായിരുന്നു. സമ്മറൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു സ്ലീവ്ലെസ്. പക്ഷേ സ്ലീവ്ലെസ് ഇട്ടുകൊണ്ടായിരുന്ന ടാൻ അടിക്കത്തില്ലേ ഗൈസ്, അതാണ് ഞാൻ ആലോചിക്കുന്നത്.
അതോ ഞാനിനി സ്ലീവ്ലെസ് ഒന്നും ഇടാത്തതുകൊണ്ടാണോ ആ ഒരു സ്ലീവ്ലെസ് ഇടുന്നതിൻ്റെ പ്രത്യേക സുഖം അറിയാൻ മേലാത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒത്തിരി സ്ലീവ്ലെസ് ഡ്രസ്സസ് വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഷർട്ട്സൊക്കെ നല്ല ഷർട്ട്സൊക്കെ വരുന്നുണ്ട്. പിന്നെ സ്ലീവ് ഉള്ള ഡ്രസ്സുകളും വരുന്നുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ വലിയ രസമുള്ള പോലെ എനിക്ക് തോന്നിയില്ല. പിന്നെ ഇതാ ഈ ഒരു കുർത്തി, ഇത് നല്ല വർക്ക് വരുന്നൊരു കുർത്തിയാണ്. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു കുർത്തി. ഇഷ്ടപ്പെട്ടെങ്കിലും വാങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് തോന്നിയില്ല. കാരണം ഇപ്പം എൻ്റെ കുർത്തീസ് ഇഷ്ടം പോലെ കുർത്തീസ് ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ തന്നെ വേറെ വേരിയൻ്റ് കളറും അവിടെ ഉണ്ട്. അപ്പോൾ എനിക്കത് എടുക്കാൻ വേണ്ടി തോന്നിയില്ല. പിന്നെ ഇതാ ഈ ഒരു ഷ്രഗ് വരുന്നത്, ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ഇതേപോലെ ഇച്ചിരി കോമൺ ആയിട്ടുള്ള ടോപ്പാണെന്ന് തോന്നുന്നു. ഇങ്ങനെ കോട്ടൺ ടോപ്സൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഈ ഒരു സമ്മറിൽ ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഓരോ ടോപ്സൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ പിന്നെ സ്റ്റുഡിയോയുടെ സിഗ്നേച്ചർ ആയിട്ടാണെന്ന് തോന്നുന്നു. ഇത് എല്ലാ പ്രാവശ്യവും ഇതേ മോഡൽ വേറെ കളറിലൊക്കെ അവൈലബിൾ ആണ്. വെവ്വേറെ കളറിലും ഡിസൈൻസിലൊക്കെ ആയിട്ട് അവൈലബിൾ ആയിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബ്ലൂ കളറ് സ്ലീവ്ലെസ് ഒക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അതൊക്കെ ഇടുന്നവർക്ക് അത് ഇഷ്ടപ്പെടും. പക്ഷെ ഞാൻ സ്ലീവ്ലെസ് ഇതുവരെ ഇട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനോടൊന്നും വലിയ താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതുപോലത്തെ സ്ലീവ്ലെസ് ഒക്കെ ഇതൊക്കെ ആൾക്കാരൊക്കെ ഇട്ട് ഞാൻ ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നല്ലതാണ്. നമ്മളൊക്കെ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ മെലിഞ്ഞിട്ട് വേണം ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു ബ്ലൂ ടോപ്പ് അതെനിക്ക് നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരിടയ്ക്ക് ഞാൻ സ്റ്റുഡിയോയിൽ വന്നപ്പോൾ ഈ ഒരു ബ്ലൂ ടോപ്പ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിൽ ആ ഒരു ബ്ലൂ ടോപ്പ് ഒറ്റൊരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അകത്ത് കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ കളർ വേരിയൻ്റ് ആയിട്ട് ഒരു പർപ്പിൾ ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു കേട്ടോ, ഒരു ലാവൻഡർ ഷെയ്ഡ്. പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ പിന്നെ ഞാൻ എൻ്റെ എപ്പോഴത്തെയും പോലെ ഫേവറേറ്റ് ആയിട്ടുള്ള മേക്കപ്പിൻ്റെ സെക്ഷനിൽ വന്നു. അവിടെ പിന്നെ വലിയ കാര്യമായിട്ട് പറയാനൊന്നും ഇല്ല. എല്ലാ പ്രാവശ്യവും ഉള്ള പോലെ തന്നെ ഉള്ള ഐറ്റംസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നെയിൽ പോളിഷൊക്കെ നേരത്തെ കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നെയിൽ പോളിഷിൻ്റെ ഒക്കെ കളക്ഷൻ കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. ഈ ഒരു ഗ്രീൻ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈയിടെയായിട്ട് എനിക്ക് ഗ്രീൻ കളേഴ്സിനോടാണ് കൂടുതൽ ഇഷ്ടം. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ, എനിക്ക് ഇപ്പോൾ ഗ്രീൻ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഈ പ്രാവശ്യം വന്നിട്ട് 2 നെയിൽ പോളിഷ്. പിന്നെ ലിപ് ഗ്ലോസിൻ്റെ കളക്ഷൻ നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ലിപ് ഗ്ലോസുകൾ പലതരം കളേഴ്സിൽ അവൈലബിൾ ആയിരുന്നു. അതും നല്ലൊരു ഐറ്റം ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ എപ്പോഴത്തേയും പോലെ സ്റ്റുഡിയോയുടെ ഒരു ടിൻറ്റഡ് ലിപ് ക്രയോൺ ഉണ്ടായിരുന്നു. അത് ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അത് വലിയ കളറിലൊന്നും തരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആർക്കും സജസ്റ്റ് ചെയ്യത്തില്ല. പിന്നെ വരുന്നത് ഹെയർ ആക്സസറീസിൻ്റെ കാര്യത്തിൽ ഈ ഒരു ബോ കണ്ടിട്ടുണ്ടായിരുന്നേ. പക്ഷേ ആ ബോ കണ്ടാൽ തന്നെ അറിയാം ഒരു വൃത്തിയും മെനയില്ലെന്ന്. അത്രയ്ക്ക് ഡാമേജ് ആയിരുന്നു. പിന്നെ ഗ്ലോ സ്റ്റിക്കും അതുപോലെ തന്നെ ബ്ലഷുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ പുതുതായിട്ട് കണ്ടത് ലിപ് ടിൻ്റാണ്. ഞാൻ പുതുതായിട്ട് കാണാൻ കാരണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റുഡിയോയിൽ ഇത് നേരത്തെ വന്നതായിരിക്കും. ഞാൻ ഹോസ്റ്റലിലൊക്കെ പോയിട്ട് വരുമ്പോഴല്ലേ ഈ ഒരു സ്റ്റുഡിയോയിലൊക്കെ ഒന്ന് കയറി കാര്യങ്ങളൊക്കെ കാണുന്നത്. അപ്പോൾ എനിക്കിത് പുതിയതായിരിക്കും കേട്ടോ. പിന്നെ സ്റ്റുഡിയോയുടെ ഹെയർ മാസ്കും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പുതിയ ഐറ്റംസാണ് ഗൈസ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇതുപോലെ വിറ്റമിൻ സിയുടെ ഒക്കെ അത് ഫേസ് വാഷാന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ സൺസ്ക്രീനിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ, സൺസ്ക്രീൻ വൈപ്സ്. പിന്നെ ഈ ഒരു പ്രൈമറൊക്കെ സ്റ്റുഡിയോ പുതുതായിട്ട് കൊണ്ടുവന്നായിരുന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇതേപോലെ ടിൻറ്റഡ് ലിപ്പ് ഓയിലൊക്കെ സ്റ്റുഡിയോയുടെ പുതിയ എഡിഷനുകളാണ്. ഈ ഒരു ഫൗണ്ടേഷൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയില്ല കേട്ടോ. പിന്നെ മസ്കാരയൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു കളറ് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. സ്റ്റുഡിയോയുടെ ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കളറ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് കയ്യിലൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കി. നമ്മൾ ആദ്യം ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഓറഞ്ചിഷ് കളർ പോലെ തോന്നുമെങ്കിലും ഡ്രൈ ആകുമ്പോൾ നല്ല ബ്രൗൺ കളർ പോലെ തോന്നി. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ലിപ്സ്റ്റിക്ക്. പിന്നെ ഇതേപോലെ മേക്കപ്പ് പൗച്ചസ് ഒത്തിരി തന്നെ ഉണ്ടായിരുന്നു, നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു മേക്കപ്പ് പൗച്ചിൽ. പിന്നെ ഇത് ടോണറാണ് കേട്ടോ. ഇതും പുതിയൊരു ഐറ്റമാണ്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എക്സ്ഫോളിയേറ്റിംഗ് ടോണറായിരുന്നു. പിന്നെ ഇതുപോലുള്ള വേറെ ലിപ്പ് ഓയിൽ വരുന്നുണ്ട്. പച്ച കളറിൽ വരെ ലിപ്പ് ഓയിൽ വരുന്നുണ്ട് ഗൈസ്. അതാണ് എനിക്ക് ആശ്ചര്യപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ ഇതുപോലെ ബാഗ് കളക്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇതുപോലെ ക്രോക്സും അതുപോലെ തന്നെ
ഷൂസൊക്കെ വരുന്നുണ്ട്. ക്രോക്സൊക്കെ അത്രയ്ക്ക് അടിപൊളിയായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് ഇതുപോലത്തെ ഒന്നും ഞാൻ ഇടാറില്ല, അതുകൊണ്ടായിരിക്കും എനിക്കിഷ്ടപ്പെടാഞ്ഞത്. പക്ഷെ ഇതാ ഈ ഒരു ചെരുപ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ചെരുപ്പായിരുന്നു കേട്ടോ. പക്ഷെ ഇത് പൊട്ടിപ്പോയി. പക്ഷെ കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്തു കേട്ടോ. എനിക്കിത് ഇഷ്ടമുള്ളൊരു ചെരുപ്പാണ്, കുറേ നാൾ ലോങ് ലാസ്റ്റ് ചെയ്തത്. ഇതേ സെയിം ബ്രൗൺ കളറായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പിന്നെ ഇതാണ് ചപ്പലിനൊക്കെ കളക്ഷൻ വരുന്നത്. അപ്പം അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള കളക്ഷൻസൊക്കെ ഇപ്പം ഉണ്ടായിരുന്നു. ഇപ്പം നല്ല വെറൈറ്റി ആയിട്ടുള്ള കളക്ഷനൊക്കെ ഉണ്ട് കേട്ടോ, ചെരുപ്പിൻ്റെ കാര്യത്തിലാണെങ്കിലും. പിന്നെ 399 ചെരുപ്പൊന്നും എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ക്വാളിറ്റി ഇല്ലാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ഇപ്പം നമുക്ക് മഴയത്തൊക്കെ ഓടിക്കഴിയുമ്പോൾ ഒന്ന് പൊട്ടാവുന്നതേ ഉള്ളൂ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. കാണുമ്പോഴേ നമുക്ക് ചില ചെരുപ്പൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സ്റ്റുഡിയോ കളക്ഷൻ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. ബൈ ബൈ.